വെൽക്കം ടു ഫ്രണ്ട്സ് ഓഫ് ഐലമൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് cPanel എങ്ങനെ ഒരു മെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഹോം പേജ് നിങ്ങളുടെ cPanel ലോഗിൻ ചെയ്ത് തന്നെ ഇവിടെ എന്തുണ്ട് മെയിൽ ഇമെയിൽ അക്കൗണ്ട്സ് എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. ഇവിടെ ഇമെയിൽ അക്കൗണ്ട്സ് ഇതില്ലാന്നുണ്ടെങ്കിൽ മുകളിൽ ഇവിടെ സെർച്ച് ചെയ്താലും മതി. cPanel ഇത് ബേസിക് ഐലമൻ cPanel ഈ ഒരു മെത്തേഡിലാണ് വെർഷനിലാണ് കിടക്കുന്നത്. ഇനി വേറെ ഏതെങ്കിലും അക്കൗണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തെങ്കിൽ അതിൽ വേർഷൻ ഡിഫറൻറ്റ് ആയിട്ട് ചിലത് അവിടേക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഡിസൈൻ മാത്രം അങ്ങോട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ മെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വിൻഡോക്ക് എല്ലാം കോമൺ ആയിരിക്കും. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇവിടെ നിങ്ങൾക്ക് മെയിൽ നിങ്ങൾക്ക് ഏത് മെയിലാണ് വേണ്ടി ഒരാളുടെ പേരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഡെമോ എന്ന് കൊടുക്കുന്നുണ്ട്. ഡെമോ ആയിട്ട് റൈറ്റ് സൈഡ് ആ ഡൊമൈൻ നെയിം കാണിക്കുന്നുണ്ട് ഐലമൻ.ലെ. നിങ്ങൾക്ക് സബ് ഡൊമൈനൊക്കെ വേണമെങ്കിൽ അവിടെ കാണിക്കും. ഡൊമൈൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഒരു ഡൊമൈൻ മാത്രം ഉള്ളതുകൊണ്ട് അത് കാണിക്കാത്തത്. ഓക്കെ, ഇനി പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും മെയിൽ ഐ ഡിക്ക് സെൻഡ് ചെയ്തിട്ട് ആ ലിങ്ക് വഴി പാസ്വേഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ കുറച്ച് സെക്യൂർ ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കാം. അതിനുശേഷം ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രിയേറ്റ് ആയി. ഇങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ domain.webmail.com .com .live അടിച്ചു കഴിഞ്ഞാൽ വരുന്നതാണ്. ഞാൻ ജസ്റ്റ് webmail.ileven.live എന്ന് വെച്ചപ്പോൾ ഈ വെബ്സൈറ്റ് വന്നു. ഇതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത മെയിൽ ഐ ഡി ആൻഡ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണിക്കുക. റെഡ് ക്യൂബ് എന്നുള്ളതാണ് റൗണ്ട് ക്യൂബ് എന്നുള്ളതാണ് മെയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഇൻ്റർഫേസിൻ്റെ ഇത്. ഇനി ഈ മെയിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആർക്ക് റിപ്ലൈ കൊടുക്കുന്ന സെറ്റിംഗ് ചെയ്യാം. അല്ലെങ്കിൽ ഇമെയിൽ ഫോർവേഡ് ചെയ്യാം. ഓട്ടോമാറ്റിക് ഫോർവേഡ് വേറെ മെയിൽ ഐ ഡിയിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ 2 ടൈപ്പ് ഓതൻറ്റിക്കേഷൻ. ഇത് OTP അല്ല, ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ വെച്ചിട്ടാണ് ഈ 2 ടൈപ്പ് ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. 2 ഫാക്ടർ അല്ലേ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ മെയിൽ മൊബൈലിലോ ഈ പോക്കോ അല്ലെങ്കിൽ ഐമെയിൽ ഉപയോഗിച്ചിട്ട് മൊബൈലിലോ അല്ലെങ്കിൽ ഔട്ട്ലുക്ക് ഉണ്ടാകുമല്ലോ, മൈക്രോസോഫ്റ്റിൻ്റെ ഔട്ട്ലുക്കിൽ എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത് നെക്സ്റ്റ് വീഡിയോ കാണിച്ചു തരാം. ഈ മൊബൈലിലേക്ക് കോൺഫിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സ് വെച്ചിട്ടായിരിക്കും ഇവർ പറഞ്ഞിരിക്കുന്നത് ഈ കോൺഫിഗറേഷൻ വെച്ചിട്ട് വേണം അതൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി റൗണ്ട് ക്യൂബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ബോക്സ് ഓപ്പൺ ആവുന്നതാണ്. ഇതാണ് ഡിഫാൾട്ട് നിങ്ങളുടെ മെയിൽ ബോക്സ്. ലെഫ്റ്റ് സൈഡ് ഇൻബോക്സും ബാക്കിയുള്ള സെറ്റിംഗ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ ഇതെങ്ങനെ ഔട്ട്ലുക്കിൽ കോൺഫിഗർ ചെയ്യാന്നുള്ളതും മൊബൈലിൽ എങ്ങനെ കോൺഫിഗർ ആവുന്നുള്ളത് നെക്സ്റ്റ് വീഡിയോകളിൽ കാണാം.